സാരംഗിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചക്കക്കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളുടെ സ്വന്തം പ്ലാവിലെ ചക്ക ആയതുകൊണ്ട് പറയല്ല, വളരെ രുചിയുള്ള ചക്കയാണ്. പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ അതിലേറെ സ്വാദാണ് കേട്ടോ. അപ്പം എന്നും ഇപ്പം ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ഏകദേശം ചോറും ചക്കക്കൂട്ടാനും അല്ലെങ്കിൽ കഞ്ഞിയും ചക്കക്കൂട്ടാനാണ് ഞങ്ങളുടെ ഇഷ്ട വിഭവം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് ചക്കച്ചുളയൊക്കെ അടർത്തിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചക്ക വേവിക്കാനുള്ള ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞങ്ങൾ കല്ലുപ്പാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവിനനുസരിച്ച് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസപ്പെടുത്താം കേട്ടോ. ഇനി അതിനുശേഷം നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് കൂടണം എന്നില്ല, എന്തായാലും ചക്ക നന്നായിട്ട് വെന്ത് വരും. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ ചക്കയിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം ഒരു മുറി തേങ്ങ, 4 വെളുത്തുള്ളി അല്ലി, 1 ടീസ്പൂൺ വലിയ ജീരകം, 5-6 പച്ചമുളക്, പിന്നെ ഒരു 2-3 കുഞ്ഞുള്ളി. ഇത്രയാണ് നമ്മൾ തേങ്ങയിലേക്ക് തയ്യാറാക്കാനുള്ള അരപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ തേങ്ങ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ടേ. ഞങ്ങൾ അടുപ്പിലാണ് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നത്. അപ്പം നന്നായിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം നമ്മളത് വേവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നന്നായി വെന്ത് കഴിഞ്ഞ ചക്കയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉടയാത്ത ചക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതിലേക്ക് നന്നായിട്ട് തേങ്ങയുടെ അരപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഉടച്ച് കൊടുക്കാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഞങ്ങളുടെ സ്വന്തം കറിവേപ്പിലയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ലേശം പച്ച വെളിച്ചെണ്ണ നമുക്ക് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോഴാണ് ചക്കയുടെ രുചി പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ചക്കക്കൂട്ടാൻ വറവിടുന്നതിന് ആവശ്യമായിട്ടുള്ള പണികളൊക്കെ നമുക്ക് ചെയ്യാം. ആദ്യം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരു 2-3 ചുവന്ന മുളക്, വറ്റൽ മുളക് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറവിടുക. അത് ചക്കക്കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചക്കക്കൂട്ടാൻ തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. കാരണം ഇത് ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ചക്ക സുലഭമായിട്ട് നമുക്ക് കിട്ടും. എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ലൈക്ക് തരിക, പിന്നെ നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.